ഹലോ, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. വെൽക്കം ടു മൈ ചാനൽ ഗൈസ്. എന്തൊക്കെയുണ്ട്? സുഖമായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. ബിഗ് ബാസ് കഴിഞ്ഞ് കുറച്ച് നാളായിട്ട് നമ്മൾ ഈ ബിഗ് ബോസ് ഒക്കെ കാണുന്നതാണല്ലോ. ഇപ്പോൾ 7ാമത്തെ സീസണായി. അതുമാത്രമല്ല, ചില സമയത്തൊക്കെ ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുക്കുന്ന സമയത്ത് മൂപ്പർ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് ചിന്തിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഒന്ന് ചിന്തിച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ഒരു ടാസ്കിൽ ഫിസിക്കൽ പാടില്ല എന്നൊക്കെ ബിഗ് ബോസ് പറയുന്ന സമയത്ത് ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. കണ്ടസ്റ്റൻസ് ശാരീരികമായിട്ട് ഉപദ്രവമില്ലാത്ത രീതിയിൽ കളിക്കുന്നത് തന്നെയാണ് വളരെ വളരെ നല്ലത്. പക്ഷേ ബിഗ് ബോസ് അത് പറയുമ്പോഴും ബിഗ് ബോസ് ഒരിക്കലും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നില്ല എന്ന് തോന്നുന്നു. നിങ്ങൾ നല്ല കുട്ടികളായിട്ട് ശാന്തമായിട്ട് ആരെയും ഉപദ്രവിക്കാതെ കളിക്കണം എന്ന് ഉദ്ദേശിക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബിഗ് ബോസിൻ്റെ മനസ്സിൻ്റെ അകത്ത് എന്താ പറയുമ്പോൾ ഫിസിക്കലി പാടില്ല അതൊക്കെ പറയുമെങ്കിലും മനസ്സിൻ്റെ അകത്ത് നിങ്ങൾ ആരും ഉന്ത് എങ്ങനെയെങ്കിലും ആ ടാസ്ക് അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യും. ഇനി ടാസ്ക് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ പരമാവധി അങ്ങോട്ട് ഉസാറാവട്ടെ, ഒരു സീൻ അവിടെ ഉണ്ടാവട്ടെ എന്നുള്ളൊരു ചിന്ത വെച്ചിട്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെയുള്ള ടാസ്കുകളൊക്കെ കൊടുക്കുന്നത്. ഇപ്പം ഞാൻ പറയുന്നത് ശരിയായിക്കൊള്ളണം നിർബന്ധമൊന്നുമില്ല കേട്ടോ, ചിലപ്പോൾ തെറ്റായിരിക്കാം. ബട്ട് എനിക്ക് തോന്നുന്ന കാര്യം ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. ഇതിപ്പോൾ ബിഗ് ബോസിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നൊന്നുമല്ല, അങ്ങനെ ഇനി ആരും വിചാരിക്കേണ്ട, ക്രിട്ടിസൈസ് ചെയ്യുന്നതല്ല. ബട്ട് ഇതിങ്ങനെയൊക്കെയാണ് ഈ ഒരു ഷോവിൻ്റെ പരിപാടി എന്ന് പറയുന്നത്. ബിക്കോസ് ഇപ്പം എങ്ങനെയാണെങ്കിലും ഇപ്പം ഇങ്ങനെ ഒരു ടാസ്ക് വരുന്ന സമയത്ത് ഈ തൊപ്പി തലയിൽ വെക്കുക, എടുക്കാൻ നോക്കുക, പ്രൊട്ടക്ട് ചെയ്യുക എന്നൊക്കെയുള്ളൊരു കൈൻഡ് ഓഫ് ടാസ്ക് ഒക്കെ വരുന്ന സമയത്ത് എങ്ങനെ പോയാലും കണ്ടസ്റ്റൻസിന് ആവേശം വരും. എങ്ങനെയെങ്കിലൊക്കെ തൊപ്പി എടുക്കാൻ ശ്രമിക്കാനും ഒക്കെ പല മാർഗ്ഗങ്ങളൊക്കെ ആ ഒരു ടാസ്കിൻ്റെ ഭാഗമായിട്ട് ആ ഒരു സ്പിരിറ്റൊക്കെ കയറുമ്പോൾ അങ്ങനെയൊക്കെ ആവും. അപ്പോൾ അറിയാതെയാണെങ്കിലും ഈ പറയുന്ന അറ്റാക്കും കാര്യങ്ങളൊക്കെ സംഭവിക്കും. അപ്പോൾ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാലാണ് ഈ ബിഗ് ബോസ് ഉദ്ദേശിക്കുന്ന രീതിയിൽ അതിഗംഭീരമായ ഒരു കോണ്ടന്റ്, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു വിഷയം ഒക്കെ അല്ലേ, തമ്മിലൊരു വഴക്ക് വരിക, അല്ലെങ്കിൽ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വരിക, ഒരു ദേഷ്യം വരിക, അത്തരത്തിലുള്ള സാഹചര്യം വരുന്നത് കണ്ടന്റ് ആവുന്നതാ. ഇപ്പം തന്നെ കണ്ടില്ലേ, എന്താണ് ബിഗ് ബോസ് ഉദ്ദേശിച്ച പരിപാടി നടന്നിട്ടുണ്ട്. ഉള്ളിൽ എന്തെന്നുള്ളതല്ല, ഇപ്പോൾ വെളിയിൽ ആൾക്കാർ പറയുന്നുണ്ടാ, എന്താണ് ഷാനവാസ് ഇവന്മാരൊക്കെ കൂടിയിട്ട് അനീഷിൻ്റെ പൊക്കത്ത് കയറി കടന്നു, അനീഷിന് ശ്വാസം വല്ലാതെ മുട്ടി, എന്താണ് പറയുക, അപ്പോൾ ഈ പൊക്കത്ത് കടന്നവന്മാരുടെ ഭാഗത്താണ് തെറ്റ്, എന്താണ് കുറേ പേര് പറയണു അനീഷ് കടിച്ചതാണ് തെറ്റ് എന്നുള്ള രീതിയിൽ ആൾക്കാർ ചർച്ച ചെയ്യുക. ഇപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ചെയ്യണേ. അപ്പോൾ ബിഗ് ബോസിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു സാധനം വേണം. അത് ഈ ഒരു ടാസ്ക് എന്ന് മാത്രമല്ല, മൊത്തത്തിൽ ബിഗ് ബോസിനെ ഇങ്ങനെ ആൾക്കാരെ കൊണ്ട് ചർച്ച ചെയ്യിപ്പിക്കുക, ഇങ്ങനെ കാര്യമായിട്ടുള്ള പരിപാടികൾ, സാഹചര്യങ്ങൾ ഇങ്ങനെ കണ്ടസ്റ്റൻസിന് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളൊരു പരിപാടിയാണ് അവരുടെ ഉദ്ദേശം. അത് അവർ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം ഇതിൻ്റെ അകത്ത് തെറ്റ് ശരി എന്നുള്ള തേങ്ങയൊന്നുമില്ല. പ്രത്യേകിച്ച് ടാസ്കിൻ്റെ കേസിലേക്കൊക്കെ വരുമ്പോൾ അത് പറയണതിന് അർത്ഥമില്ല. ബിക്കോസ് ഒക്കെ കണക്കാ, ഒക്കെ ഫൗളല്ലേ. ഇതിലിപ്പോൾ എന്താ പറയുക, ഈ തൊപ്പി അനീഷ് അത് കൊണ്ടുപോയി ഒളിപ്പിച്ച് വെച്ച്, ഓക്കെ. അപ്പം അത് ഒളിപ്പിച്ച് വെക്കരുത്, അല്ലെങ്കിൽ തലയിൽ തന്നെ വെക്കണം എന്നുള്ളത് ബിഗ് ബോസ് റൂൾ ബുക്കിൽ പറയുന്ന സാധനം. പക്ഷെ അതല്ലാതെ ആയാലും ബിഗ് ബോസ് വന്നിട്ട് ഇപ്പോൾ ഇവനെ പുറത്താക്കാനൊന്നും പോകണമെന്നില്ല. കാരണം അവർക്ക് കണ്ടന്റ് മതി. ആ റൂൾ കൃത്യമായി പോകണമെന്നൊന്നും യാതൊരു ആവശ്യവും ബിഗ് ബോസിൻ്റെ സൈഡിൽ നിന്ന് ഇല്ല തോന്നുന്നു. അപ്പോൾ ഇവർക്ക് കണ്ടന്റ് മതി. അപ്പോൾ എന്താണ്, ഇവനത് മറച്ചു വെച്ചു, എന്താണ് തലയിൽ വെക്കണതിന് വരെ കൊണ്ട് മറച്ചു വെച്ചത്, അത് ഫൗള് തന്നെയാട്ടാ. ആസ് എ പ്രേക്ഷകർ എന്നുള്ള രീതിയിൽ നമ്മൾ കാണുമ്പോൾ, അല്ലെങ്കിൽ അക്കോർഡിംഗ് ടു ദ റൂൾ ഒക്കെ നോക്കുന്ന സമയത്ത്, കൃത്യമായിട്ട് റൂളൊക്കെ നോക്കുമ്പോൾ അനീഷ് ചെയ്തത് ഫൗളാ. കാരണം തലയിൽ വെക്കണം, ചത്താലും തലയിൽ വെക്കണം എന്നുള്ളതാണ് റൂള്. പക്ഷെ അത് മൂപ്പരെ കൊണ്ടുപോയിട്ടത് എന്തോ കീറി വിട്ടത് കൊണ്ടാണെന്ന് തോന്നുന്നു, അതിൻ്റെ വള്ളി പൊട്ടിയത് കൊണ്ടാണെന്നൊക്കെ തോന്നുന്നു. പുള്ളി ഇതെടുത്തിട്ട് കൊണ്ടുപോയിട്ട് ഒളിപ്പിച്ച് വെക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. അതും വെച്ചിട്ട് ഇങ്ങനെ കമന്ന് കിടക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. എല്ലാവരും കൂടിയും അതും ഫൗളാണ്. ആൻഡ് ഒബ്വിയസ്ലി എന്താണ്, ഇപ്പോൾ അനീഷിൻ്റെ അത് തൂക്കണം, ടാർഗറ്റ് ചെയ്യണം എന്നുള്ള ഉദ്ദേശ ആൾക്കാർ ഒബ്വിയസ്ലി എല്ലാവരും കൂടിയിട്ട് ഇയാളുടെ അത് പറിക്കാൻ വേണ്ടിയിട്ട് എടുക്കാൻ നോക്കും. എല്ലാവരും കൂടി അയാളുടെ പൊക്കത്ത് കയറിയിട്ട് കിടക്കും ഒബ്വിയസ്ലി. അപ്പം ഇതും കണക്കാ അതും കണക്കാ. അയാൾക്ക് ശ്വാസം മുട്ടി, ഒബ്വിയസ്ലി ശ്വാസം മുട്ടും. എല്ലാവരും കൂടി അയാളുടെ പൊക്കത്ത് കയറി കിടന്നു കഴിഞ്ഞാൽ ശ്വാസം മുട്ടിയപ്പോൾ ഇങ്ങനെ അങ്ങ് കടിച്ചും വിട്ട്. അപ്പം എല്ലാം കണക്കാ. ഇങ്ങനെ കടിച്ചതും തെറ്റാ, ഫൗളാ. അതേപോലെ തന്നെ അത് സാഹചര്യം കൊണ്ടായിരിക്കാം കടിച്ചത്. ഒബ്വിയസ്ലി ശ്വാസം മുട്ടി, അങ്ങനെയെങ്കിൽ അത് എന്താ പറയുക, ആ ഒരു സാഹചര്യത്തിൽ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് കടിച്ചത് എന്നുള്ള സംഭവമാണെന്നുണ്ടെങ്കിൽ പോലും സംഗതി എന്താണ്, ഫൗളുണ്ട്, അടിച്ചതുകൊണ്ടാണ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവേണ്ടി വന്നത്. അപ്പോൾ അയാളുടെ പൊക്കത്ത് കയറി കടന്നതും എന്താണ്, ആ സാഹചര്യം കൊണ്ടായിരിക്കും. ഞാൻ പറഞ്ഞത് മനസ്സിലായ, ഈ എന്താണ് ഇവൻ പോയിട്ട് തൊപ്പി ഒളിപ്പിച്ച് വെച്ചതും അതൊരു ഫൗളാണ്, ഓക്കെ. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാർക്കാണെങ്കിൽ വേറെ നിവൃത്തിയില്ല, അവർക്ക് ഇത് എടുക്കണം, അവരുടെ ഉദ്ദേശം ഇത് എടുക്കണം എന്നുള്ളതാണല്ലോ. അപ്പോൾ ഇവരൊക്കെ കൂടിയിട്ട് ഇങ്ങേരുടെ പൊക്കത്തും കയറി വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട്. അപ്പോൾ ഒബ്വിയസ്ലി ഇത് പൊക്കത്ത് കയറുമ്പോൾ എന്താവും, എന്താണ് ഇവന് ശ്വാസം മുട്ടും,
ശ്വാസം മുട്ടുന്ന സാഹചര്യം ആക്ച്വലി ഉണ്ടായി. അപ്പോൾ ഫിസിക്കലായി അവിടെ. അപ്പോൾ അത് ബിഗ് ബോസിന് അറിയാം ഇതൊക്കെ സംഭവിക്കും എന്നുള്ള കാര്യം അറിഞ്ഞിട്ടൊക്കെ തന്നെ കൊടുക്കുന്ന പരിപാടിയാണ്. അപ്പോൾ ഫൗളടിച്ചതും തെറ്റാണ്. അതും അനീഷ് കാണിച്ച ഫൗളും തെറ്റാ. എല്ലാവരും കൂടി അയാളുടെ മെക്കെട്ട് പോയിട്ട് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് കമന്ന് കടന്നു. അതും അയ്യോ എന്നുള്ള രീതിയിൽ നമുക്ക് തോന്നും. അതേപോലെ തന്നെ അതിനുശേഷം കടി കൊടുത്ത സംഭവമാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കണക്ട് ചെയ്ത് വരുന്ന കാര്യമാണ്. മനസ്സിലായ? കണക്ട് ചെയ്ത് വരുന്ന കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് തെറ്റ് ശരി എന്നുള്ള സംഭവത്തെക്കാട്ടിലുപരി ഇത് അങ്ങനെയൊക്കെ സംഭവിച്ചു പോകുന്നു എന്നുള്ളൊരു സംഭവമാണ്. എല്ലാം കണക്കാണ് എന്നുള്ളൊരു സംഭവമാണ് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം. എനിക്ക് അങ്ങനെയായിട്ടാ തോന്നണത്. ഞാനിവിടെ ഈ കണ്ടസ്റ്റൻസിൻ്റെ ഭാഗത്തുള്ള ശരി തെറ്റിനെക്കാട്ടിലും ഇവിടെ ഞാൻ പോയിന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ ശ്രദ്ധിക്കുന്നത് ബിഗ് ബോസിൻ്റെ സൈഡിൽ നിന്നുള്ള ആ ഒരു തലച്ചോറാണ്. അണ്ണന് കണ്ടന്റ് വന്നാൽ മതി, അണ്ണന് ഒരു സാഹചര്യം അവിടെ അങ്ങോട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. എന്തോ ബാക്കി ഇതിലും ഭീകരമായിട്ട് ഒന്നും ആർക്കും ഒന്നും സംഭവിച്ചില്ല എന്നുള്ളതാണ്. മനസ്സിലായ? അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെയാണ് അത് സംഭവിക്കും. ഇതിൽ തെറ്റ് ശരിയില്ല. ടാസ്ക് എന്ന് പറയുമ്പോൾ റൂൾ ബുക്കൊക്കെ വെറുതെ ആണെന്നേ ഞാൻ മനസ്സിലാക്കുന്ന പറയണം. റൂളൊക്കെ വെറുതെ കൊടുക്കുന്നതാണ്. എല്ലാ റൂളും കോപ്പൊന്നും വെച്ചിട്ടൊന്നുമല്ല ഈ പറഞ്ഞ ടാസ്ക് ഒന്നും കളിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ടാസ്കിലേക്ക് വരുമ്പോൾ എല്ലാവരെയും കൂടി അങ്ങ് ഏത് വിധേയനെയും എന്നുള്ള രീതിയിൽ എന്തൊക്കെയോ കാണിക്കുകയാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം. അപ്പം ഷാനവാസിന് കടിയും കെട്ടി, അതേപോലെ തന്നെ അനീഷിനെ ശ്വാസവും മുട്ടിച്ച്. അപ്പോൾ രണ്ടുപേർക്കും കിട്ടി, എന്തൊക്കെയൊക്കെയോ കിട്ടി. നമുക്ക് ഇവിടെ ഇരുന്ന് വർത്താനം പറയാൻ കണ്ടന്റും കിട്ടി, ബിഗ് ബോസിനാണെന്നുണ്ടെങ്കിൽ ആൾക്കാരെ കൊണ്ട് സംസാരിപ്പിക്കാനുള്ള കണ്ടന്റ് കിട്ടി. എന്തായാലും എല്ലാം റെഡിയായി. അപ്പോൾ അത് ഒരു സൈഡിൽ കൂടെ അത് ഇനിയിപ്പോൾ ടാസ്ക് കഴിഞ്ഞു. ഈ ടാസ്ക് ഒന്നും അവർ മര്യാദയ്ക്ക് പൂർത്തീകരിക്കുന്നില്ല. ഇപ്പോൾ നാളെ അവർ പറയും നിർത്തി വെക്കുന്നു പറയും, ഈ ടാസ്ക് മതി എന്ന് പറയും. മതി ബിഗ് ബോസ് മതി പറയും. കാരണം ബിഗ് ബോസിന് ഇപ്പോൾ ഈ ടാസ്ക് കൃത്യമായിട്ടുള്ള രീതിയിൽ തീർന്നിട്ടൊന്നും കിട്ടാനൊന്നുമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു സാധനം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളൊരു സംഭവമാണ്. അത് മിക്കവാറും വരുന്നത് മതി എന്ന് പറയും, ഈ ടാസ്ക് മതി എന്ന് പറയും. ഇനി നമുക്ക് അനുമോളിലേക്ക് വരാം. കാരണം എല്ലാ ദിവസവും ഒരു അനുമോള് മസ്റ്റാണേ. എല്ലാ ദിവസവും ഒരു അനുമോള് മസ്റ്റാണ്. കാരണം എല്ലാ ദിവസവും ഉണ്ട് സ്ക്രീനിൽ. അപ്പോൾ അനുമോളുടെ കേസ് പറയുകയാണെങ്കിൽ വരെ നെഗറ്റീവ് ആവുന്നുണ്ട്, പറയാതെ വയ്യ. എനിക്ക് സങ്കടമുണ്ട്. കാര്യം ഞാൻ PR ബട്ട് വളരെ ജെനുവിനായിട്ട് അവരെ സൈബർ ബുള്ളിങ് കാര്യങ്ങളൊക്കെ ആൾക്കാർ ചെയ്ത സമയത്ത് ജെനുവിനായിട്ട് ഞാൻ അവരെ സപ്പോർട്ട് ചെയ്തിട്ടൊക്കെ സംസാരിച്ച ഒരാളാണ്. ബാക്കിയുള്ള ആൾക്കാരെ വിമർശിച്ച് സംസാരിച്ച ഒരാളാണ്. സോ അവരുടെ ഇപ്പോൾ ഉണ്ടായൊരു പേഴ്സണാലിറ്റി ചേഞ്ച് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. നെഗ്ഗാവുന്നുണ്ട്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നല്ല നെഗ്ഗാവും. അത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് അനുമോളുടെ കേസിൽ. അതിൻ്റെ അകത്ത് വെറുതെ ഇനിയിപ്പോൾ ഇമോഷണലി ഒന്ന് നോക്കിയിട്ട് ചില ആൾക്കാർ പറയും അനുമോളെ സാഹചര്യം അങ്ങനെ ആക്കി എന്നൊക്കെ പറയും. അതൊക്കെ നമുക്ക് ഇവിടെ ഇരുന്ന് പറയാൻ കൊള്ളാമെന്നല്ലാണ്ട് അത് ഗെയിമിന് യാതൊരു ഗുണവും ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. നമ്മൾ ഗെയിം എന്നുള്ള രീതിയിൽ നോക്കണ്ടേ. ആ രീതിയിൽ നോക്കുമ്പോൾ അവർക്കൊരു ഗുണവും ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. അവർ നെഗ്ഗാവും, അവർ താഴേക്ക് പോകുന്ന ലക്ഷണമാണ് ഇപ്പോൾ അവിടെ കാണുന്നത്. നിന്നവരെ വെറുപ്പിക്കുകയാണ്. ഇപ്പോൾ ആദില നൂറയൊക്കെയാണ് നിന്നിട്ടുണ്ടായിരുന്നു കൂടെ. അവരും ഇപ്പോൾ അനുമോളെ എതിർത്ത് സംസാരിക്കുന്ന സാഹചര്യമൊക്കെ ആയി. അത് അനുമോള് തന്നെ വരുത്തി വെച്ചൊരു കാര്യമാണ്. ഈ അനാവശ്യമായ വാശിയും ദേഷ്യവുമല്ല വേണ്ടത്. അത് യഥാർത്ഥ ജീവിതത്തിലാണെങ്കിലും വാശിയും ദേഷ്യവും എല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളെ പലരും ബുള്ളി ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ബുള്ളി ചെയ്ത ആൾക്കാരെ നമ്മൾ തലച്ചോറ് വെച്ചിട്ടാണ് നേരിടേണ്ടത്. അത് അല്ലാതെ ദേഷ്യവും വാശിയും വെച്ച് നമ്മൾ നേരിട്ട് കഴിഞ്ഞാൽ, ഇമോഷൻ വെച്ച് നേരിട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ താഴേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അത് മനസ്സിലാക്കണം. അനുമോളുടെ കേസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാശിയും ദേഷ്യവും പരിപാടിയൊക്കെ അവർക്ക് നെഗറ്റീവ് ആവുന്ന ലക്ഷണമാണ് എനിക്ക് തോന്നുന്നത്. അവരെ സപ്പോർട്ട് ചെയ്തവരെ കൊണ്ടൊക്കെ അവരെ എതിർത്ത് പറയിപ്പിക്കുകയാണ് ആക്ച്വലി ചെയ്യുന്നത്. അതിപ്പോൾ വെളിയിലാണെങ്കിലും ശരി, അതിൻ്റെ അകത്തുള്ള സപ്പോർട്ട് ചെയ്ത് നിന്നവർ ആണെന്നുണ്ടെങ്കിലും ശരി, അവരൊക്കെ ഇപ്പോൾ എതിർത്തു തുടങ്ങി. ശൈത്യമൊക്കെ ഇപ്പോൾ ഡയറക്റ്റ്ലി അനുമോളെ പറഞ്ഞു തുടങ്ങി. ആദില നൂറയൊക്കെ ആണെന്നുണ്ടെങ്കിലും അവർക്കും അനുമോളുടെ ഒരു സംഭവം മനസ്സിലാക്കി തുടങ്ങുന്ന അവസ്ഥയിലേക്കൊക്കെ ആക്ച്വലി എത്തി എന്നുള്ളതാണ്. മറ്റേ ദോശക്കേസൊക്കെ എന്തിനാണ് അതിലൊക്കെ വലിയ വാശി പിടിക്കേണ്ട കാര്യം? പ്രത്യേകിച്ച് ഫുഡിൻ്റെ കേസൊക്കെ വർത്തമാനം പറഞ്ഞാൽ നെഗ്ഗാവാൻ സാധ്യതയുള്ള ഐറ്റംസാണ്. ഒന്നാമത് മറ്റേ അവിടെ ചെറിയ കൂറക്കാട്ടം പോലത്തെ ദോശയും കാണ്ടമാണ് 2 എങ്ങാണ്ടാണ് കൊടുത്തിരിക്കുന്നത്. മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ദോശയാണ് 2 കൊടുക്കണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് ചെറുതാണ്. അപ്പോൾ ഈ ചെറുത് 2 കൊടുക്കുന്ന സമയത്ത് ഇവരാണോ ആൾക്കാർക്ക് വയറ് നിറയണതിനെ കുറിച്ചിട്ടൊക്കെ ചിന്തിക്കുന്നത്? ഓരോരുത്തർക്കും ഓരോ പോലെയാണ് വിഷമം അല്ലെങ്കിൽ പരിപാടിയൊക്കെ. സംഗതി ശരിയാ, ആരും അതിൻ്റെ അകത്ത് സൂഹിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല പോയിരിക്കുന്നത്. പക്ഷേ
അവിടെ ഇല്ലാത്ത പ്രശ്നമൊന്നുമില്ലല്ലോ. ഉണ്ട് എന്നുള്ളൊരു സാഹചര്യം ഉള്ള സമയത്ത് ഇവർ കൊടുക്കാത്തതാണ്. അപ്പോൾ അങ്ങനെയുള്ള സംഭവത്തെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമൊന്നുമില്ല. പിന്നെ കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് കുറച്ച് മയത്തിലും മര്യാദയോട് കൂടിയിട്ടൊക്കെ സംസാരിക്കുക എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അനുമോളാണെങ്കിൽ വളരെ വാശിയോട് കൂടിയിട്ട് വളരെ പറ്റൂല, അങ്ങനെ കൊടുത്ത് ശീലിപ്പിച്ചതിൻ്റെ പ്രശ്നമാണെന്നൊക്കെയുള്ള രീതിയിൽ വളരെ അറക്കൻ്റായിട്ടാണ് അവർ സംസാരിക്കുന്നത്. അപ്പം സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന നമുക്കാണെന്നുണ്ടെങ്കിലും ഇതൊക്കെ കാണുന്ന സമയത്ത് ഇവർ എന്ത് നാടകമാണ് ഈ കാണിക്കണം എന്നുള്ള സംഭവം നമുക്ക് തോന്നുകയാണ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് പറയുക. അല്ലാതെ ഇതൊരുമാതിരി മനുഷ്യന് ചൊറിയുന്ന രീതിയിലാണ് അവർ ഈ കടന്ന് കളിക്കുന്നത്. ഇത് ശരിക്കും പോയിട്ടാ കയ്യിൽ നിന്ന്, അനുമോളുടെ കേസിൽ കയ്യിൽ നിന്ന് പോയി. ഇപ്പോൾ ഗിസയിലൊക്കെ കണ്ട, ഗിസയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1 മീറ്റർ പിടിച്ചിട്ടാണ് നിൽക്കണം. അതിൻ്റെ അകത്ത് അവർക്കത് പോസിറ്റീവ് ആവുകയും ചെയ്യും, നല്ല രീതിയിൽ പോസിറ്റീവ് ആവും ഗിസയിലിന്. കാരണം ഗിസയിൽ ഇപ്പോഴത്തെ അനുമോളുടെ ഒരു സ്റ്റേജ് വെച്ച് നോക്കുന്ന സമയത്ത് അനുമോൾ താഴേക്കും ഗിസയിൽ എന്താ പറയുക അത്യാവശ്യം നെഗറ്റീവ് ആവാതെ ഒരു ലെവൽ പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഒന്നാമത് ഭയങ്കര അനുമോൾക്ക് നെഗറ്റീവ് ആയത് എന്താ അറിയോ, ഇവർ രണ്ടുപേരും ജയിലിലേക്ക് ആദ്യം ആയ സമയത്ത് കോംപ്രമൈസ് ആയതാണ്. കോംപ്രമൈസ് ആയതിനു ശേഷമാണ് ബെഡിൻ്റെ ആര്യനും ഗിസയിലും തമ്മിലുള്ള സംഗതിയൊക്കെ കൊണ്ടുവന്നിട്ട് വീണ്ടും വഷളാക്കി. ഗിസയിലിനെ പോലും ഓർത്തില്ല. കോംപ്രമൈസ് ചെയ്ത് ഫ്രണ്ട്സ് ആയതാണ് അനുമോള്. പക്ഷെ ആ സമയത്ത് പോലും അത് ഗിസയിലിനെ ഓർക്കാതെ ആരിനെതിരെ തട്ടാൻ വേണ്ടിയിട്ട് ഗിസയിലും കൂടി ഉൾപ്പെട്ട കേസ് കൊണ്ടുവന്നിട്ട് ഉണ്ടാക്കി. ശരിക്കും അത് ബുദ്ധിപരമായിട്ട് ഗിസയിലായിട്ട് കമ്പനിയായിട്ട് നൈസായിട്ട് ഗെയിം കൊണ്ടുപോകാമായിരുന്നു. പക്ഷേ ഈ ഒരു നാറ്റ കേസ് കൊണ്ടുവന്നിട്ട് ഇട്ടിട്ട് അനുമോൾ ശരിക്കും നെഗ്ഗാവുകയാണ് ചെയ്തത്. ശരിക്കും കുറേ പേരുകളൊക്കെ ഇപ്പോൾ കിട്ടി. ഞാനെന്തായാലും ആ പേരൊന്നും വിളിക്കുന്നില്ല. പക്ഷേ ആൾക്കാർ ഇപ്പോൾ വിളിക്കാൻ വേണ്ടി തുടങ്ങി ഓരോന്ന്. അതൊക്കെ അനുമോൾ ഉണ്ടാക്കി വെച്ചൊരു ഒരു സംഭവം തന്നെയാണ്. ചിന്തിക്കാതെയൊക്കെ ബുദ്ധി ഉപയോഗിക്കാതെ കളിക്കുന്നതിൻ്റെയൊക്കെ പ്രശ്നമാണ്. പിന്നെ അത് മാത്രമല്ല, ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കണം അനുമോൾക്ക് ഭയങ്കര കോൺഫിഡൻസ്. ഈ കോൺഫിഡൻസ് മനുഷ്യന്മാർക്ക് ഉണ്ടാകുന്നത് നല്ലതാണ്. പക്ഷേ ഈ ടോക്സിക് കോൺഫിഡൻസ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ആ ടോക്സിക് ആയിട്ടുള്ള കോൺഫിഡൻസ് ആണ് ഇപ്പോൾ അനുമോൾക്ക് ആക്ച്വലി ഉള്ളത്. ശരിക്കും ബോഡി ലാംഗ്വേജിലും ആറ്റിറ്റ്യൂഡിലൊക്കെ കൃത്യമായിട്ട് ആ മാറ്റം നമുക്ക് കാണുന്ന സമയത്ത് മനസ്സിലാവുന്നുണ്ട്. അത് എപ്പോൾ തൊട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ജിഷിനും മസ്താനിയൊക്കെ വന്നല്ലോ, അവർ വന്നതിന് ശേഷമാണ് ഈ അനുമോൾക്ക് വല്ലാത്തൊരു കോൺഫിഡൻസ് വന്നിരിക്കുന്നത്. അതൊന്നും അനുമോൾക്ക് നല്ലതായിട്ട് വരില്ല. ജിഷിനും മസ്താനിയും ഗംഭീര, ഒന്നും പറയാനില്ല. മസ്താനിയെ കുറിച്ച് ഞാൻ കുറേ പറഞ്ഞതാ. ജിഷിൻ എന്ത് വെറുപ്പിക്കലാണ് ഈ ചങ്ങാതി. ആ ചങ്ങാതി ഭയങ്കര ടോക്സിക് എന്ന് പറഞ്ഞാൽ ടോക്സിക്. ഈ മസ്താനയുടെ ആറ്റിറ്റ്യൂഡും ഈ ജിഷിൻ എന്ന് പറഞ്ഞ ചങ്ങായിയുടെ ആറ്റിറ്റ്യൂഡും കട്ട റോങ്ങാണ്, കട്ട നെഗറ്റീവാണ്. ആളുകൾക്ക് ഒരു തരത്തിലും അവരെ താല്പര്യം വരാനുള്ള സാധ്യത ഞാൻ കാണുന്നേ ഇല്ല. അപ്പോൾ അവർ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കൊണ്ട് ആളുകൾക്ക് അവരോട് വിരോധമുണ്ട്. ഈ അനുമോളയാണെന്നുണ്ടെങ്കിൽ ഈ മസ്താനിയും ജിഷിനും സപ്പോർട്ട് ചെയ്തിട്ട് ഇവരിപ്പോൾ ഒരുമിച്ചിട്ടൊക്കെയാണ് നടക്കലൊക്കെ. അനുമോൾക്ക് ഇവരെ മതി എന്നുള്ളൊരു മൂഡിലാണ് ഇപ്പോൾ ആക്ച്വലി നിൽക്കുന്നത്. അപ്പോൾ എന്താവും, അവരുടെ പ്രവൃത്തി കൊണ്ട് അവരോട് ആളുകൾക്ക് ഓൾറെഡി വിരോധമുണ്ട്. അനുമോളാണെന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ നിൽക്കുന്നു, ഇവരാണെങ്കിൽ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ എന്നുള്ളൊരു അവസ്ഥ വരുന്ന സമയത്ത് ഇതിൽ ശരിക്കും ജിഷിനും മസ്താനിക്കും ഒന്നും നഷ്ടപ്പെടാനില്ല. പക്ഷേ ഈ പറയുന്ന അനുമോൾക്ക് ഇത് ഭയങ്കര നെഗറ്റീവായിട്ട് വന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് എന്താ പറയുക ഒരു റിയാലിറ്റി. അത് അനുമോൾ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അനുമോൾക്ക് നന്നാവും. ഇല്ല എന്നുണ്ടെങ്കിൽ കുടുങ്ങി. സീരിയസ്ലി അനുമോൾ പോയി അനുമോളുടെ മൊത്തത്തിലുള്ള ഗ്രാഫ് ഡൗണാ. അങ്ങനെ ശരിയാ. ഇപ്പോൾ യൂട്യൂബിൽ ആൾക്കാർ പോളും കോപ്പും ഒക്കെ ഇടുന്ന സമയത്ത് അനുമോൾക്ക് നല്ല രീതിയിൽ വോട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒന്നാമതൊക്കെ ആയിട്ടാണ് പോൾസിലൊക്കെ നിൽക്കുന്നത്. പക്ഷേ അത് എത്ര നാൾ ഇതേപോലെ പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ ജിഷിൻ്റെയും മസ്താനയുടെ ഒക്കെ കൂട്ടുപിടിച്ച് എന്താ പറയുക, അനുമോൾ ഇപ്പോൾ പോകുന്ന ഒരു റൂട്ട് തന്നെ പോവുകയാണ്. ഈ വാശിയൊന്നും വിടാതെ, ദേഷ്യമൊന്നും വിടാതെ ഇമോഷൻ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഐ റിപ്പീറ്റ് ദ വേർഡ്, ഇമോഷൻ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇരുന്ന് മുമ്പോട്ട് പോകാനാണ് അനുമോൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ അനുമോൾക്ക് യാതൊരു നിലനിൽപ്പ് എന്ന് പറഞ്ഞ സാധനവും ഉണ്ടാവില്ല എന്ന് മാത്രമായിരിക്കില്ല, പതനം കാണേണ്ടി വരും. വെറുപ്പിക്കുകയാണ് ചെയ്യുന്നത്, ആളുകളെയും വെറുപ്പിക്കുന്നു, പ്രേക്ഷകരെ വെറുപ്പിക്കുന്നു. അതിൻ്റെ അകത്തുള്ള ആളുകളെയും വെറുപ്പിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നുന്നത്. ഇനി ആരിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സവാരി ആരിനിപ്പോൾ മറ്റേ രേണുവിനെ ഇവൻ്റെ വിഷയം ഞാൻ മനസ്സിലാക്കിയത് പറയട്ടെ. ഈ ചെങ്ങാതിക്ക് ഒരു മെച്യൂരിറ്റി ഇല്ല. എവിടെ എങ്ങനെ എന്ത് സംസാരിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ട് യാതൊരു സെൻസും ഇല്ലാത്ത ചെങ്ങാതിയാണ് പുള്ളി. അയാളുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ എന്താണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഒരു ഷോൻ്റെ ഭാഗമായിട്ട് വന്ന് നിൽക്കുന്ന സമയത്ത് നമ്മൾ കാണുമ്പോൾ ഇങ്ങേരുടെ ചില പ്രവൃത്തികൾ കാണുന്ന സമയത്ത് ഇയാളെന്താ ഇങ്ങനെ എന്ന് തോന്നിപ്പോകുന്ന ലെവലിലാണ് ഇയാളുടെ പരിപാടികൾ. ആദ്യത്തെ തൊട്ടേ ശ്രദ്ധിക്കുന്നതാണ്. ഇപ്പോൾ ഷൈത്യയുടെ കഥ പറയുന്ന സമയത്ത് ഇവൻ കടന്ന് ചിരിച്ചത്, ലാലേട്ടൻ തൊപ്പി വെക്കണ കേസ് പറഞ്ഞ സമയത്ത്
കുളിക്കുമ്പോൾ വെക്കണം, നനയ്ക്കുമ്പോൾ വെക്കണം, ഉറങ്ങുമ്പോൾ വെക്കണം ചോദിച്ച സംഭവം ഇപ്പോൾ രേണു സുധ കേസിലേക്ക് വന്ന സമയത്ത് എന്താണ് ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ ചാവും, ചത്തിട്ട് എന്താണ് മറ്റേ സുധി ചേട്ടൻ്റെ അടുത്തേക്ക് പോകുന്നൊക്കെയുള്ള രീതിയിൽ തമാശ രൂപത്തിൽ പറയുന്നതാണത്. ഓക്കെ, അതിപ്പോൾ ഞാൻ അതിൻ്റെ പേരിൽ അതിനെ തല്ലിക്കൊല്ലണമെന്നല്ല പറയുന്നത്. അത് തമാശ രൂപത്തിലൊരു ഡാർക്ക് ഹ്യൂമർ സെറ്റപ്പിലൊക്കെ പറഞ്ഞൊരു സംഭവമാണത്. അത് മൂപ്പര് മനസ്സുകൊണ്ടൊന്നും ടോക്സിക്കായിട്ട് ഉദ്ദേശിച്ച് അല്ലെങ്കിൽ ഹർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുക, മീൻ ചെയ്ത് പറഞ്ഞ സംഗതി ഒന്നും ആണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഈ എവിടെ എങ്ങനെ സംസാരിക്കണം എന്നറിയാത്തൊരു ഒരു ഒരു അവസ്ഥ എന്നൊക്കെ പറയില്ലേ, അപ്പം ഇത് മൂപ്പര് അവിടെ ഇതിങ്ങനെ പറഞ്ഞ സമയത്ത് അത് പുള്ളിക്ക് തന്നെ ഭയങ്കരമായിട്ട് നെഗറ്റീവ് ആവുകയാണ് ചെയ്യുന്നത്. ഓൾറെഡി പുറത്ത് ആളുകൾക്ക് ഇങ്ങേരുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളൊരു സാഹചര്യമുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ മൂപ്പര് ഇതുപോലെയുള്ള ഐറ്റംസ് പിന്നെയും പിന്നെയും ഇട്ടിട്ടിട്ടിട്ടിട്ട് തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും? ഇപ്പം എനിക്കാണെങ്കിലും പെട്ടെന്ന് ഇവൻ ഇങ്ങനെ ഇരുന്ന് 1-2 തവണയായിട്ട് പറഞ്ഞ കേട്ടപ്പോൾ ഇവനെന്ത് ഇങ്ങനെ പറയണമെന്ന് എനിക്ക് തോന്നിപ്പോയി. പിന്നെ അത് പോയിട്ട് രേണുസുധിയുടെ അടുത്ത് മാപ്പും കോപ്പൊക്കെ പറയുന്നു. രേണുസുധി ആണെങ്കിൽ അവിടെ വയ്യാതിരിക്കുന്നതുകൊണ്ട് കൂടുതലൊന്നും മിണ്ടാനൊന്നും നിന്നിട്ടില്ല. അപ്പോൾ അതങ്ങനെ ഒരു ഒരു ഐറ്റം. പിന്നെ എന്താ പറയുക, അക്ബർ ഒന്ന് ശരത്താണ്. ഞാൻ മുമ്പും പറഞ്ഞിരുന്നു, അക്ബർ സ്വന്തമായിട്ട് ഗെയിമും കാര്യങ്ങളൊക്കെ കളിച്ച് മുമ്പോട്ട് പോകും. അക്ബറിന് എങ്ങനെയെങ്കിലൊക്കെ ഫാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ പറഞ്ഞ കാര്യമാണ് മുമ്പ്, അതുപോലെയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അക്ബർ കളിച്ച് മുമ്പോട്ട് പോകുന്നുണ്ട്. അപ്പാന് ശരത്താണ് അപ്പുണ്ണേന്നായിട്ട് ഇരിക്കണത്. ശരിക്കും പറഞ്ഞാൽ ഈ ചങ്ങാതി എന്താണ് 100 ദിവസം അക്ബറിൻ്റെ കൂടെയൊക്കെ ഇരുന്ന് ഇങ്ങനെ നൈസായിട്ട് കംഫർട്ടബിളായിട്ട് പോകാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു തോന്നുന്നു. പക്ഷേ ഇങ്ങനൊരു ടാസ്ക് കൊടുത്തതിന് ശേഷം മൊത്തത്തിലൊരു ചെറിയ ഒരു ഡിങ് സംഗതിയൊക്കെ വന്ന് തുടങ്ങുന്ന പോലെയൊക്കെയാണ് എനിക്ക് ആക്ച്വലി തോന്നിയത്. ശരത്ത് അത്രയേ ഉള്ളൂ. ശരത്തിന് ഒറ്റയ്ക്ക് നിൽക്കാനുള്ള ഗെയിം കളിക്കാനുള്ള ത്രാണിയൊന്നും പുള്ളിക്കില്ല. ആൾ പാവമായിരിക്കും, പക്ഷേ ഗെയിം നല്ല രീതിയിൽ നോക്കുമ്പോൾ ഒറ്റയ്ക്ക് കളിക്കാനുള്ള പരിപാടിയൊന്നുമില്ല. മൂപ്പർക്ക് അക്ബർ വേണം. അപ്പോൾ അതാണ് സംഭവം. അക്ബർ ഇല്ലാന്നുണ്ടെങ്കിൽ ശരത്തിനെ കൊണ്ട് അതിനകത്ത് ഒറ്റയ്ക്ക് പറ്റൂല എന്നുള്ളത് ഒക്കെയാണ് എനിക്ക് കാണുമ്പോൾ ചില സാഹചര്യങ്ങളിലൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ എനിക്ക് അങ്ങനെയൊക്കെയാണ് തോന്നുന്നത്. അപ്പോൾ ഇത്രയൊക്കെയേ ഉള്ളൂ ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ചിട്ട് പറയാൻ. കൂടുതലൊന്നും പറയാനില്ല. എന്തായാലും ഇനിയും തകർക്കട്ടെ. എന്നാലും വൈൽഡ് കാർഡ് പോരാ ആക്ച്വലി. എക്സ്പെക്ട് ചെയ്ത അത്ര രസമൊന്നും ഇല്ല. വൈൽഡ് കാർഡ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ റിയാസ് സലീം, അതാണ് വൈൽഡ് കാർഡ്. എന്ത് രസമായിരുന്നു. അതുപോലത്തെ ഐറ്റംസൊക്കെ വരണം. ഇനി വല്ലതും വരാനുണ്ടോ എന്തോ. ശരി.